വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ച ലാബ് അസിസ്റ്റൻ്റ് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങളും നോക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസേഴ്സും അതുപോലെ തന്നെ SCRT ചാപ്റ്റേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ കാണാം. ഉപകാരപ്രദമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നീതി ആയോഗ് നിലവിൽ വന്ന വർഷം ഏതാണ്? നീതി ആയോഗ് നിലവിൽ വന്നതെന്നാണ് 2015 ജനുവരി 1 അല്ലേ നീതി ആയോഗ് നിലവിൽ വന്നത്. പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ടാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. പ്ലാനിംഗ് കമ്മീഷൻ എന്നാ വന്നത് 1950 മാർച്ച് 15 പ്ലാനിംഗ് കമ്മീഷൻ വന്നത്. അതിന് പകരമായിട്ടാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, 2015 ജനുവരി 1. ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ് എന്നാണ് ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത്? ഫെബ്രുവരി 2 അല്ലേ? ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത്. നെക്സ്റ്റ്, അമേരിക്കയുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ച ഉടമ്പടി ഏതാണ്? അമേരിക്കയുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ച ഉടമ്പടി ഏതാണ്? പാരീസ് ഉടമ്പടിയാണ് അല്ലേ? പാരീസ് ഉടമ്പടിയാണ്. അമേരിക്കയുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ച ഉടമ്പടി ഏതാണ്? പാരീസ് ഉടമ്പടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ ആരാണ്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ ആരാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ? ആരാണ്? റൂസോയാണ് അല്ലേ? റൂസോയാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ. റൂസോയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഞാനാണ് രാഷ്ട്രമെന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ഞാനാണ് രാഷ്ട്രമെന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ഞാനാണ് രാഷ്ട്രമെന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ലൂയി 14 അല്ലേ ഞാനാണ് രാഷ്ട്രമെന്ന് പ്രഖ്യാപിച്ചത്. ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? ഏത് ഉടമ്പടിയാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടി. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരിയാണ് അല്ലേ? ജോസഫ് മുണ്ടശ്ശേരിയാണ് കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. ജോസഫ് മുണ്ടശ്ശേരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വെളുത്ത ഡബിൾ എന്ന് വിളിച്ചത് ആരാണ്? ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വെളുത്ത ഡബിൾ എന്ന് വിളിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വെളുത്ത ഡബിൾ എന്ന് വിശേഷിപ്പിച്ചത്. വൈകുണ്ഠ സ്വാമിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെരിനാട്ടുലഹള നടന്ന വർഷം ഏതാണ്? പെരുനാട്ടുലഹള നടന്നത് ഏത് വർഷമാണ്? 1915 പെരുനാട്ടുലഹള നടക്കുന്നത്. 1915. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? KR നാരായണൻ. KR നാരായണനാണ് കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ രാഷ്ട്രപതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ നികുതി ഇതര വരുമാനം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ നികുതി ഇതര വരുമാനം ഏതാണ്? നികുതി ഇതര വരുമാനം? നികുതി വരുമാനങ്ങൾ ഏതൊക്കെയാണ്? വരുമാന നികുതി, വിൽപ്പന നികുതി, തൊഴിൽ നികുതി ഒക്കെ എന്താണ്? നികുതി വരുമാനങ്ങളാണ് അല്ലേ? നികുതി ഇതര വരുമാനമാണ് ചോദിച്ചിരിക്കുന്നത്. നികുതി ഇതര വരുമാനങ്ങളാണ് പിഴ. ഓപ്ഷൻ സി, പിഴ എന്ന് പറയുന്നതാണ് നികുതി ഇതര വരുമാനം. ഓപ്ഷൻ സി ആണ് നികുതി ഇതര വരുമാനം. നെക്സ്റ്റ്, ഡേവിസ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡേവിസ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? ടെന്നീസ്. ഡേവിസ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? ടെന്നീസ്. നെക്സ്റ്റ്, ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? AK ഗോപാലൻ. AK ഗോപാലനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് ഭരണഘടനാ വകുപ്പ് അനുസരിച്ചാണ് പ്രസിഡന്റിന് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനുള്ള അവകാശം? ഏത് ഭരണഘടനാ വകുപ്പ് അനുസരിച്ചാണ് പ്രസിഡന്റിന് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനുള്ള അവകാശം? ഏത് ഭരണഘടനാ വകുപ്പ് അനുസരിച്ചാണ് പ്രസിഡന്റിന് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനുള്ള അവകാശമുള്ളത്? ഏതാണ്? 352 വകുപ്പ്. 352 വകുപ്പ് പ്രകാരമാണ് പ്രസിഡന്റിന് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനുള്ള അവകാശം. പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 352. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടനാ പ്രകാരം ലോകസഭയിലെ പരമാവധി അംഗസംഖ്യ എത്രയാണ്?
ഭരണഘടനാ പ്രകാരം ലോകസഭയിലെ പരമാവധി അംഗസംഖ്യ എത്രയാണ്? ഓപ്ഷൻ ബി 550. ഭരണഘടനാ പ്രകാരം ലോകസഭയിലെ പരമാവധി അംഗസംഖ്യ 550. നെക്സ്റ്റ്, ലോകസഭയിൽ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നത് ആരാണ്? ലോകസഭയിൽ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നത് ആരാണ്? പ്രതിപക്ഷമാണ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നത്. ലോകസഭയിൽ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നത് പ്രതിപക്ഷമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കക്കയം ഡാം സ്ഥിതി ചെയ്യുന്ന പുഴ ഏതാണ്? കക്കയം ഡാം സ്ഥിതി ചെയ്യുന്ന പുഴ ഏതാണ്? ഓപ്ഷൻ ബി കുറ്റാടിപ്പുഴ. കുറ്റാടിപ്പുഴയിലാണ് കക്കയം ഡാം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? കുറ്റാടിപ്പുഴയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏതാണ്? കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏതാണ്? എന്നാണ് കുളച്ചൽ യുദ്ധം നടക്കുന്നത്? 1741 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. 1741 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. നെക്സ്റ്റ്, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ നിന്നാണ്? ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ നിന്നാണ്? മീററ്റിൽ നിന്നാണ് അല്ലേ? ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ നിന്നാണ്? മീററ്റിൽ നിന്നാണ്. നെക്സ്റ്റ്, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം. ഏതാണ്? അടിത്തറ പാകിയ യുദ്ധം ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ് അല്ലേ? പ്ലാസി യുദ്ധമാണ് ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം. ആറ്റിങ്ങൽ കലാപം ആദ്യത്തെ സംഘടിത കലാപമായിരുന്നു അല്ലേ? ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം 1721 നടന്നത്. നമുക്ക് ചോദിച്ചിരിക്കുന്നതാണ്, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധമാണ്. അത് പ്ലാസി യുദ്ധമാണ് അടിത്തറ പാകിയ യുദ്ധം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെന്റ് പാസ്സാക്കിയ വർഷം ഏതാണ്? ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെന്റ് പാസ്സാക്കിയ വർഷം 2013 ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെന്റ് പാസ്സാക്കിയത്. ഇന്ത്യയിൽ രാജ്യസഭാംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്? ഇന്ത്യയിൽ രാജ്യസഭാംഗമാകുവാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്? ഓപ്ഷൻ ഡി 30 വയസ്സാണ് അല്ലേ? ഇന്ത്യയിൽ രാജ്യസഭാംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്? ഓപ്ഷൻ ഡി 30 വയസ്സ്. നെക്സ്റ്റ്, ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന ഏതാണ്? മഹാനദിയാണ് അല്ലേ? മഹാനദിയാണ് ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. നെക്സ്റ്റ്, ചുവന്ന നദിയുടെ നാട് എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? ചുവന്ന നദിയുടെ നാട് എന്നറിയപ്പെടുന്ന ഏതാണ്? ആസാമിനെയാണ് അല്ലേ? ആസാമിനെയാണ്. ചുവന്ന നദിയുടെ നാട് എന്നറിയപ്പെടുന്ന ഏതാണ്? ആസാമിനെയാണ്. നെക്സ്റ്റ്, കൃഷ്ണ നദിക്ക് കുറുകെയുള്ള അണക്കെട്ട് ഏതാണ്? കൃഷ്ണ നദിക്ക് കുറുകെയുള്ള അണക്കെട്ട് ഏതാണ്? നാഗാർജുന സാഗറാണ്. കൃഷ്ണ നദിക്ക് കുറുകെയുള്ള അണക്കെട്ട് ഏതാണ്? നാഗാർജുന സാഗർ. നെക്സ്റ്റ്, പഞ്ചനദിയുടെ നാട് എന്നറിയപ്പെടുന്ന ഏതാണ്? പഞ്ചനദിയുടെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ്? പഞ്ചാബാണ് അല്ലേ? പഞ്ചനദിയുടെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ്? പഞ്ചാബാണ്. പഞ്ചനദിയുടെ നാട് എന്നറിയപ്പെടുന്ന ഏതാണ്? പഞ്ചാബാണ്. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്ന ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്നത് ഏതാണ്? നിർദ്ദേശക തത്വങ്ങളാണ് അല്ലേ? ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്ന ഏതാണ്? നിർദ്ദേശക തത്വങ്ങൾ. നെക്സ്റ്റ്, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? 2010 അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിക്കുന്നത്. 2010 അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? 2010. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ആരെക്കുറിച്ചായിരുന്നു പറഞ്ഞത്? ചട്ടമ്പി സ്വാമികളെയാണ് അല്ലേ? ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയതിനു ശേഷം സ്വാമി വിവേകാനന്ദൻ എന്താണ് പറഞ്ഞത് അദ്ദേഹത്തെ കുറിച്ചിട്ട്? മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ട എന്ന് സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമിയെ കുറിച്ച് പറഞ്ഞു അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെരുനാട്ടുലഹള എന്നറിയപ്പെടുന്ന സമരം ഏതാണ്? പെരുനാട്ടുലഹള എന്നറിയപ്പെടുന്ന സമരം ഏതാണ്? പെരുനാട്ടുലഹള എന്നറിയപ്പെടുന്നത് കല്ലുമാല സമരമാണ് അല്ലേ? 1815 1815 കല്ലുമാല സമരം നടക്കുന്നത്.
അയ്യങ്കാളിയാണ് അല്ലേ ഇതിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ പെരുന്നാട്ട് ലഹള എന്നറിയപ്പെടുന്ന സമരം ഏതാണ്? കല്ലുമാല സമരമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാക്ഷാം പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? സാക്ഷാം പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? 2014 സാക്ഷാം പദ്ധതി ആരംഭിക്കുന്നത് 2014. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്ന വർഷം ഏതാണ്? 1998 കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്നത്. 1998. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയ വർഷം ഏതാണ്? വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് 2010 ഏപ്രിൽ 1. വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് 2010 ഏപ്രിൽ 1. നെക്സ്റ്റ്, കുമ്മായത്തിന്റെ ശാസ്ത്രനാമം എന്താണ്? കുമ്മായത്തിന്റെ ശാസ്ത്രനാമം ഏതാണ്? കുമ്മായത്തിന്റെ ശാസ്ത്രീയ നാമം ഏതാണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. കുമ്മായത്തിന്റെ ശാസ്ത്രനാമം ഏതാണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിലിക്കണിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? സിലിക്കണിന്റെ ആറ്റോമിക് നമ്പർ ഓപ്ഷൻ സി 14. പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ടാർട്ടാറിക് ആസിഡ്. പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ടാർട്ടാറിക് ആസിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബിസ്മില്ലാ ഖാൻ ഏത് വാദ്യോപകരണത്തിൽ പ്രസിദ്ധനാണ്? ഏത് വാദ്യോപകരണത്തിലാണ്? ഷഹനായി. കുറേ കണ്ട ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ബിസ്മില്ലാ ഖാൻ ഏത് വാദ്യോപകരണത്തിൽ പ്രസിദ്ധനാണ്? ഷഹനായി. ആദ്യത്തെ തുള്ളൽ കൃതി ഏതാണ്? കല്യാണ സൗഗന്ധികമാണ്. ആദ്യത്തെ തുള്ളൽ കൃതി ഏതാണ്? കല്യാണ സൗഗന്ധികം. ആദ്യത്തെ തുള്ളൽ കൃതി ഏതാണ്? കല്യാണ സൗഗന്ധികം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ആരാണ്? ആരാണ്? PT ഉഷയാണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിത PT ഉഷ. നെക്സ്റ്റ്, ഒളിമ്പിക്സ് പതാകയുടെ നിറം എന്താണ്? വെള്ളയാണ്. ഒളിമ്പിക്സ് പതാകയുടെ നിറം ഏതാണ്? വെള്ള. ഒളിമ്പിക്സ് പതാകയുടെ നിറം വെള്ള. ഹോക്കി ടീമിലെ കളിക്കാരുടെ എണ്ണം എത്രയാണ്? ഹോക്കി ടീമിലെ കളിക്കാരുടെ എണ്ണം 11. ചാലക്കുടി പുഴ പതിക്കുന്ന കായൽ ഏതാണ്? ഏത് കായലിലാണ് ചാലക്കുടി പുഴ പതിക്കുന്നത്? കൊടുങ്ങല്ലൂർ കായലിലാണ് ചാലക്കുടി പുഴ പതിക്കുന്നത്. കൊടുങ്ങല്ലൂർ കായൽ. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ജില്ലയാണ് പാലക്കാടാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ സി കാനഡ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം ഏതാണ്? കാനഡ. നെക്സ്റ്റ്, കേരള സ്റ്റേറ്റ് IT മിഷന്റെ ചെയർമാൻ ആരാണ്? IT മിഷന്റെ ചെയർമാൻ ഓപ്ഷൻ ബി മുഖ്യമന്ത്രിയാണ്. കേരള സ്റ്റേറ്റ് IT മിഷന്റെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. നെക്സ്റ്റ്, ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ്? ഓപ്ഷൻ ബി സെറിബ്രം ആണല്ലേ. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഓപ്ഷൻ ബി സെറിബ്രം. നെക്സ്റ്റ്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല ഏതാണ്? ഓപ്ഷൻ എ കണ്ണൂരാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത് കണ്ണൂർ ജില്ലയിലാണ്. നെക്സ്റ്റ്, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? ഏത് മൂലകമാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹമൂലകം ചോദിക്കുകയാണെങ്കിൽ അലുമിനിയമാണ്. ലോഹമൂലകം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അലുമിനിയമാണ്. നമുക്ക് എടുത്ത് പറയാത്ത കാരണം ഈ ഒരു ഓപ്ഷൻ ക്യാൻസലായി, ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസലായി കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ഡി അലുമിനിയമാണ് അടങ്ങിയിരിക്കുന്ന ലോഹമൂലകം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലോണിങ്ങിൻ്റെ പിതാവ് ആരാണ്? ഇയാൻ വിൽമുട്ടാണ് അല്ലേ. ഇയാൻ വിൽമുട്ടാണ് ക്ലോണിങ്ങിൻ്റെ പിതാവ്.
പ്രസവിക്കുന്ന പാമ്പ് ഏതാണ്? പ്രസവിക്കുന്ന പാമ്പ് ഏതാണ്? അണലിയാണ്. പ്രസവിക്കുന്ന പാമ്പ് ഏതാണ്? അണലി. വരിക വരിക സഹചരേ എന്ന ഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? വരിക വരിക സഹചരേ എന്ന ഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഏത് സമരവുമായിട്ടാണ്? പയ്യന്നൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. വരിക വരിക സഹചരേ എന്ന ഗാനം എഴുതിയത് ആരാണ്? അംശി നാരായണ പിള്ളയാണ്. വരിക വരിക സഹചരേ എഴുതിയത് അംശി നാരായണ പിള്ളയാണ്. ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? പയ്യന്നൂർ സത്യാഗ്രഹം. നെക്സ്റ്റ്, രാജീവ് ഗാന്ധിയുടെ സമാധി സ്ഥലം ഏതാണ്? രാജീവ് ഗാന്ധിയുടെ സമാധി സ്ഥലം വീർഭൂമിയാണ്. രാജീവ് ഗാന്ധിയുടെ സമാധി സ്ഥലം ഏതാണ്? വീർഭൂമി. നെക്സ്റ്റ്, ദേശീയ സ്പോർട്സ് ദിനം ആരുടെ ജന്മദിനമാണ്? ദേശീയ സ്പോർട്സ് ദിനം ആരുടെ ജന്മദിനമാണ്? ആരുടേതാണ്? ധ്യാൻ ചന്ദിൻ്റെ ജന്മദിനമാണ് ദേശീയ സ്പോർട്സ് ദിനമായിട്ട് ആചരിക്കുന്നത്. ധ്യാൻ ചന്ദിൻ്റെ ജന്മദിനമാണ് ദേശീയ സ്പോർട്സ് ദിനമായിട്ട് ആചരിക്കുന്നത്. നെക്സ്റ്റ്, ഡിസ്കവറി ഓഫ് ഇന്ത്യ ആരുടെ പുസ്തകമാണ്? ഡിസ്കവറി ഓഫ് ഇന്ത്യ ആരുടെ പുസ്തകമാണ്? നെഹ്റുവിൻ്റെയാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറയുന്നത് നെഹ്റുവിൻ്റെ പുസ്തകമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സർവകലാശാലയുടെ ചാൻസലർ ആരാണ്? സർവകലാശാലയുടെ ചാൻസലർ ആരാണ്? ഗവർണറാണ്. സർവകലാശാലയുടെ ചാൻസലർ ആരാണ്? ഗവർണറാണ് സർവകലാശാലയുടെ ചാൻസലർ. ധവള വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ധവള വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടതാണ്? പാൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ്. ധവള വിപ്ലവം ഏതാണ്? പാൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ്. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതാണ്? നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി ആണ് നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി.